നമസ്കാരം. ഞാൻ ഡോക്ടർ ജലീല HPA, SH മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ് ആണ്. ഒക്ടോബർ 12 വേൾഡ് ആർത്രൈറ്റിസ് ഡേ ആണ്. ആർത്രൈറ്റിസ് അഥവാ വാദം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷണം സന്ധികളിലാണ് വരുന്നത്. സന്ധികളിലെ വേദന, വീക്കം, അതേപോലെ സ്റ്റിഫ്നെസ് ആണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ഇതുകൂടാതെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ മസിൽ ലോസ് അല്ലെങ്കിൽ മസിൽ പെയിൻ വരുന്നത്, പിന്നെ മുടി കൊഴിച്ചൽ, അതേപോലെ തൊലിപ്പുറത്ത് വരുന്ന വ്യത്യാസങ്ങൾ റാഷസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ അൾസേഴ്സ് ആയിട്ടായിരിക്കാം ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. വാദം മുതിർന്നവരിൽ മാത്രമല്ല കുട്ടികളിലും കൂടെ ബാധിക്കുന്നതാണ്. പലതരത്തിലുള്ള വാദങ്ങളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് കേൾക്കുന്ന ഒരു ആർത്രൈറ്റിസിന്റെ പേരാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണ്. ഇത് കൂടാതെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അത് ഒരു ഡിജനറേറ്റീവ് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണ്. ഇത് കൂടാതെ ഗൗട്ടി ആർത്രൈറ്റിസ്, ലൂപ്പസ് ആർത്രൈറ്റിസ്, ഇൻഫെക്ഷ്യസ് ആർത്രൈറ്റിസ്, അങ്ങനെ പല വ്യത്യസ്ത തരമുള്ള ആർത്രൈറ്റിസുകൾ ഉള്ളതാണ്. അപ്പോൾ എല്ലാ ആർത്രൈറ്റിസിന്റെ ചികിത്സയും അതുകൊണ്ട് വ്യത്യസ്തതാണ്. അതുകൊണ്ട് ചികിത്സ തുടങ്ങുന്ന മുമ്പായിട്ട് നമ്മൾ രോഗനിർണയം വളരെ അത്യാവശ്യമാണ്. രോഗനിർണയം നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ കൊണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് കൊണ്ടോ, അല്ലെങ്കിൽ റേഡിയോളജിക്കൽ ഇമേജിംഗ് കൊണ്ടൊക്കെ നമുക്ക് സാധിക്കാം. വാദ ചികിത്സയിൽ 4 ഘടകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് വാദത്തിന്റെ അല്ലെങ്കിൽ അസുഖത്തിന്റെ പുരോഗതി നിയന്ത്രിക്കാൻ ഉള്ള കാര്യങ്ങൾ. അതിന് ആവശ്യമുള്ള ഡിസീസ് മോഡിഫൈയിങ് ഡ്രഗ്സ്, പിന്നെ ബയോളജിക്കൽസ് ഒക്കെ അവൈലബിൾ ആണ്. രണ്ടാമത്താണ് വേദനകളെ അകറ്റാനോ അല്ലെങ്കിൽ വീക്കങ്ങൾ മാറ്റാനുള്ള പെയിൻ കില്ലേഴ്സ്, അല്ലെങ്കിൽ ഓറൽ അല്ലെങ്കിൽ ഇൻജെക്റ്റബിൾ സ്റ്റെറോയിഡ്സിന്റെ ഉപയോഗം. മൂന്നാമത്തെ ഘടകമാണ് നമ്മുടെ സന്ധികളിലെ സംരക്ഷണം, ജോയിന്റ് പ്രൊട്ടക്ഷൻ. അതായത് നമുക്ക് വീക്കമുള്ള സന്ധികളിലെ നമ്മൾ ആവശ്യമുള്ള റെസ്റ്റ് കൊടുക്കാനോ, അതിന് ആവശ്യമുള്ള ബെൽറ്റുകൾ ധരിക്കാനോ, പിന്നെ ഭാവിയിലുള്ള ഡിഫോമിറ്റീസ് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നാലാമത്തെ ഘടകമാണ് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിൽ പെടുന്നതാണ് പലതരത്തിലുള്ള എക്സസൈസസ്. എക്സസൈസസ് നമ്മുടെ സന്ധികളുടെയും മസിൽസിന്റെയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ അമിതവണ്ണമൊക്കെ അകറ്റാനുള്ള കാര്യങ്ങളും വളരെ ആവശ്യമാണ്. ഈ പ്രാവശ്യത്തെ വേൾഡ് ആർത്രൈറ്റിസ് ഡേ തീമാണ് ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ്, ടേക്ക് ആക്ഷൻ. നേരത്തെയുള്ള രോഗനിർണയം, അതിൻ്റെ ചികിത്സയും നമുക്ക് ഭാവിയിൽ വരുന്ന വൈകല്യങ്ങളൊക്കെ അകറ്റാൻ വളരെ